19 വർഷത്തിന് ശേഷമാണെങ്കിലും വിധി സ്വാഗതാർഹം എന്നാണ് CPM നിലപാട്. എന്നാൽ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നാണ് RSS BJP നേതൃത്വത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സ്വാഗതാർഹമാണ് എങ്കിലും ഇത് പോരായിരുന്നു ശിക്ഷ എന്ന നിലപാടിലാണ് CPM ഉള്ളത്. ഒപ്പം RSS BJP നേതൃത്വം മറ്റൊരു വഴിയിലാണ് നീങ്ങുന്നത്. വിശദാംശങ്ങൾ എന്താണ് ഫെലിക്സ്? മൊത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ രജിത്തിന്റെ വധക്കേസിൽ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്നത് ഈ പറയുന്ന മൊത്തം 9 പ്രതികളുണ്ട്. ആ 9 പ്രതികളിൽ 6 പ്രതികൾക്ക് ജീവപര്യന്തം തടവും 18 വർഷം തടവുമാണ്. ഒപ്പം തന്നെ മറ്റു പ്രതികൾക്ക് ജീവപര്യന്തവും ഒപ്പം 15 വർഷം തടവും ആണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏതായാലും BJP RSS നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നതാണ്. CPM പറഞ്ഞ അല്ലെങ്കിൽ CPM പറയുന്ന ആളുകളെ പ്രതിപ്പട്ടികയിൽ പോലീസ് ഉൾപ്പെടുത്തി എന്ന ആരോപണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ CPM വ്യക്തമാക്കുന്നത്, കുടുംബം വ്യക്തമാക്കുന്നത് ഈ വിധിയിൽ അല്പം നിരാശയുണ്ട്. വധശിക്ഷ തന്നെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അത് ഈ ജീവപര്യന്തത്തിലേക്ക് പോയി എന്നതാണ്. പക്ഷേ CPM ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഒരു കടുത്ത ശിക്ഷ തന്നെയാണ് ലഭിച്ചത്. അതായത് ജീവപര്യന്തം മാത്രമല്ല, ജീവപര്യന്തത്തിനപ്പുറം 18 വർഷവും 6 പ്രതികൾക്ക് 18 വർഷവും മറ്റു പ്രതികൾക്ക് 3 പ്രതികൾക്ക് 15 വർഷവും തടവിന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ഏതായാലും 2005 നടന്നൊരു കേസാണ്. 19 വർഷത്തിന് ശേഷമാണ് ഇത്തരൊരു ക്രൂര കൊലപാതക കേസിൽ ഒരു നീതി ഉണ്ടാകുന്നത്. അതായത് കുടുംബം വ്യക്തമാക്കുന്നത് സന്തോഷമില്ല, പക്ഷെ അല്പം ആശ്വാസം എന്നതാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആശ്വാസമുണ്ട് എന്നാണ് കുടുംബവും പറയുന്നത്. ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.